സൽമാൻ ഖാന്റെ പോലീസ് വേഷങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള സ്വീകരണം ലഭിച്ചു തുടങ്ങിയത് ദബാങ്ങിന് ശേഷമാണ്. ചുൽബുൽ പാണ്ഡെയുടെ ആ വരവിന് ശേഷം. അതിനുശേഷം അണ്ടർ കവർ ഏജന്റായും അതിമാനുഷികനായ പോലീസുകാരനുമായും ഒക്കെ സൽമാൻ ഖാൻ പിന്നീട് പലതവണ വന്നിട്ടുണ്ട്. ചില സിനിമകൾ ഹിറ്റായിട്ടുണ്ട്, ചിലത് പരാജയവുമായിട്ടുണ്ട്. ഇത്തവണ സൽമാൻ ഖാന്റെ ദബാങ്ങിന് ശേഷമുള്ള ഒരു പോലീസ് വേഷത്തെ കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. സിഖ് വേഷധാരിയായ ഇൻസ്പെക്ടർ രാജ്വീർ സിംഗ് സന്ധു എന്ന പോലീസ് ഓഫീസർ. മഹേഷ് മഞ്ജ്രേക്കർ സംവിധാനം ചെയ്ത ചിത്രം ആൻഡ് ദ ഫൈനൽ ട്രൂത്ത് 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സൽമാൻ ഖാൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ്. മറാത്തി ചിത്രമായ മുൽഷി പാറ്റേണിന്റെ ഹിന്ദി പതിപ്പായിരുന്നു ഈ ചിത്രം. സൽമാൻ ഖാനൊപ്പം ചിത്രത്തിൽ ആയുഷ് ശർമ്മ, മഹിമ മഖ്വാന, ജിഷു സെൻഗുപ്ത എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിഖ് പോലീസ് ഓഫീസറായ സൽമാൻ ഖാന്റെ കഥാപാത്രവും ഗ്യാങ്സ്റ്ററായ ആയുഷ് ശർമ്മയും തമ്മിലുള്ള വാറാണ് ഈ ചിത്രത്തിന്റെ ആകെത്തുക. ഒരു ഗ്യാങ് പോലീസ് ചിത്രത്തിന്റെ എല്ലാ മസാലകളും സിനിമയിലുണ്ട്. ഫൈറ്റ് രംഗങ്ങളിലെല്ലാം സൽമാൻ ഖാനും ആയുഷും തമ്മിലുള്ള ആ ഷോയാണ് ഈ ചിത്രത്തിലെ പ്രധാനം. 2021 നവംബർ 26 ഈ ചിത്രത്തിന്റെ റിലീസ്. ആയുഷിന്റെയും സൽമാന്റെയും വേഷങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടുകയും ക്രിറ്റിക്കലി ഏറെ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഒരു സാധാ കർഷകന്റെ മകനായ ആയുഷിന്റെ രാഹുലെ പട്ടേൽ എന്ന കഥാപാത്രം എങ്ങനെയാണ് അതിജീവനത്തിന്റെ ഭാഗമായി സിസ്റ്റത്തോടും തന്റെ കുടുംബത്തെയും ഒക്കെ ദ്രോഹിച്ചവരോട് പടവെട്ടി ജീവിക്കുന്നതെന്നും പതിയെ അയാൾ ഒരു ഗുണ്ടയും ഗ്യാങ്സ്റ്ററും ഗ്യാങ് ലീഡറും ഒക്കെ ആകുന്നത് എന്നുമാണ് ഈ ചിത്രം കാണിക്കുന്നത്. രാഹുലയുടെ അച്ഛൻ ദത്താറാം പഴയ ഫയൽവാനാണെങ്കിലും അയാൾക്ക് പോലും തന്നെ ചതിക്കുന്നവരോടും ചൂഷണം ചെയ്യുന്നവരോടും ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ചോരത്തിളപ്പിൽ മകൻ ജീവിക്കാൻ വേണ്ടി പൊരുതാൻ തുടങ്ങുന്നു. കൊലപാതകങ്ങളിൽ നിന്നും കൊലപാതകങ്ങളിലേക്ക് അവന്റെ യാത്ര നീളുന്നു. അവനൊരു ഗ്യാങ്സ്റ്റർ ആവുന്നു. അവന്റെ വളർച്ച സാഹൂതം നോക്കിക്കണ്ട് സൽമാൻ ഖാന്റെ പോലീസ് ഓഫീസറുമുണ്ട്. അയാളുടെ ദേഷ്യമടക്കിയുള്ള വേണ്ട സമയത്ത് മാത്രം പ്രതികരിക്കുന്ന കഥാപാത്രം മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഫൈറ്റ് രംഗങ്ങളിൽ ഷർട്ടൂരാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം സൽമാൻ ഖാനും ആയുഷും ഭംഗിയായി തന്നെ ഈ സിനിമയിൽ നിർവഹിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആവാനുള്ള ആയുഷിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വാളെടുത്തവൻ വാളാൽ എന്ന തത്വം എന്ന പോലെ രാഹുലിനും അതേ വിധിയുടെ ഇരയാവുന്നതാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ്. എല്ലാത്തിനും മൂക്കസാക്ഷിയായി സൽമാൻ ഖാന്റെ പോലീസ് വേഷവുമുണ്ട്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം പരാജയപ്പെട്ടു എങ്കിലും 40 കോടി ബജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങിയത്. ഏതാണ്ട് 60 കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ ഇതിന് കളക്ട് ചെയ്യാൻ സാധിച്ചത്. മിക്സ്ഡ് റിവ്യൂകളായിരുന്നു ഈ ചിത്രത്തിന് ഇറങ്ങിയ സമയത്ത് ലഭിച്ചിരുന്നത്. ഹംഗാമയുടെ തരൻ ആദർശ് ഈ ചിത്രത്തിന് 3.5 റേറ്റിംഗ് ആണ് കൊടുത്തത്. ചില സമയങ്ങളിൽ സൽമാനേക്കാളും സ്കോർ ചെയ്തത് ആയുഷ് ആണെന്നും അന്ന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സൽമാന്റേതൊരു എക്സ്റ്റൻഡഡ് കാമിയോ ആണെന്ന് പോലും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ലാൻഡ് പിടിച്ചെടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൊള്ളരുതായ്മകളെ കുറിച്ചും ഈ ചിത്രത്തിൽ പച്ചക്ക് തന്നെ തുറന്നു കാട്ടുന്നുണ്ട്. സംവിധായകനായ മഹേഷ് മഞ്ജ്രേക്കറുടെ കള്ളുകുടിയനായ നായികയുടെ അച്ഛൻ വേഷമാണ് ഈ ചിത്രത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വേഷം. ഏതായാലും ആയുഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നായികക്കല്ല് തന്നെയായിരുന്നു സൽമാൻ ചിത്രത്തിലെ ഈ പ്രധാന വേഷം.